അവിടെയാണ് തങ്ങൾക്ക് പരാജയം നേരിട്ടിരിക്കുന്നത്. ഇനി ഇത് തിരിച്ചുവരവ് ഉണ്ടാകില്ലെന്ന് BJP ക്യാമ്പ് ഉറപ്പിച്ചു കഴിഞ്ഞു. BJPയുടെ കോട്ടകളിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വെല്ലിക്കൊടി വീശിയത് തന്നെയാണ് പറയാനുള്ളത്. അത് തന്നെയാണ് 1590 വീണ്ടും കൂടുന്നു, കുറഞ്ഞും കൂടിയും അങ്ങനെ പാലക്കാട് ആ ട്വിസ്റ്റ് വീണ്ടും തുടരുകയാണ്. അല്ലല്ല, തീർച്ചയായും കോൺഗ്രസിന് വലിയ രീതിയിൽ ആശ്വാസം, വലിയ രീതിയിലുള്ള ശരിക്കും ശ്വാസം എടുത്തിരിക്കാൻ കഴിയും എന്നുള്ള അവസ്ഥ തന്നെയാണ് VD സതീശനും രാഹുൽ മാങ്കൂട്ടത്തിനും ഷാഫി പറമ്പിലിനും സന്തോഷത്തോടെ ഇരിക്കാം. ആ നിലയ്ക്കുള്ള വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും 1500ലേക്ക് ലീഡ് നില രാഹുൽ മാങ്കൂട്ടം ഉയർത്തുന്നു. അത് 4ാമത്തെ റൗണ്ട് എണ്ണുന്നതാണ്. 4ാമത്തെ റൗണ്ട് എന്ന് പറയുന്നത് അത് നഗരസഭയിൽ തന്നെയുള്ള വാർഡുകളാണ്. അത് തന്നെയാണ് എണ്ണിക്കൊണ്ടിരിക്കുന്നത്. BJP ഏറ്റവും അധികം മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്ന് വിചാരിച്ച ഇടങ്ങളിലാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള തിരിച്ചടി BJPക്ക് ഉണ്ടായിരിക്കുന്നത്. അത് തന്നെയാണ് BJP നേതൃത്വവും ഒരുപക്ഷെ ചോദ്യമുനയിൽ നിൽക്കേണ്ട സാഹചര്യം ഉണ്ടായിരിക്കുന്നു. കഴിഞ്ഞ തവണ 2ാം സ്ഥാനത്ത് എത്തിയിട്ടുള്ള പാർട്ടിയാണ്. വലിയ രീതിയിലുള്ള വോട്ട് നേടിക്കൊണ്ട് തന്നെ ഒരു ഘട്ടത്തിൽ വിജയിച്ചേക്കുമെന്ന് തന്നെ വിചാരിച്ച ഒരു പാർട്ടിയാണ്. ആ പാർട്ടിയാണ് ഇങ്ങനെ ഇത്തരത്തിൽ തകർന്നു വീഴുന്ന കാഴ്ച കാണുന്നത്. വലിയ രീതിയിലുള്ള വോട്ട് ചോർച്ച BJPക്ക് ഉണ്ടായിരിക്കുന്നു. 1490 വോട്ടിന് രാഹുൽ മാങ്കൂട്ടം പാലക്കാട് മുന്നിട്ട് നിൽക്കുന്നു. 5858 വോട്ടിന് CPMന്റെ UR പ്രദീപ് ചേലക്കരയിൽ മുന്നിട്ട് നിൽക്കുന്നു. 90101 വോട്ടിന് വയനാട് പ്രിയങ്ക ഗാന്ധി എതിരില്ലാതെ മുന്നേറിക്കൊണ്ടിരിക്കുന്നു. മഹാരാഷ്ട്രയിൽ NDA സഖ്യത്തിനാണ് മുന്നേറ്റം, 198. ഇന്ത്യ സഖ്യം 74 എന്നുള്ള നിലയിലാണ്. ജാർഖണ്ഡിൽ 81 സീറ്റുകളിൽ NDA സഖ്യം 43-ലും ഇന്ത്യ സഖ്യം 35-ലും തുടരുകയാണ്. കോൺഗ്രസിന് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു വേള മഹാരാഷ്ട്രയിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം, ഒരു നിമിഷത്തിൽ 137 NDAക്കും 138 സീറ്റുകൾ ഇന്ത്യ സഖ്യത്തിനും എത്തിയപ്പോൾ ഒരു സീറ്റ് മഹാരാഷ്ട്രയിൽ നിലവിൽ ഭരണപക്ഷത്തെ മറിച്ച് കടക്കുക എന്നൊക്കെ പറയുന്നത് വലിയൊരു കാര്യമാണ്. ആ ഒരു പ്രതീതി ഉണ്ടാക്കിയതിന് ശേഷമാണ് കഴിഞ്ഞ തവണ ഹരിയാനയിൽ സംഭവിച്ചതുപോലെ നിതിൻ പ്രഭാകരൻ പ്രവചിച്ചതുപോലെ തന്നെ ഇന്ത്യ സഖ്യം ഇത്ര താഴേക്ക് വന്നിരിക്കുന്നത്. അവിടെ ഈ സഖ്യത്തിന് രൂപീകരണം മഹാവികാസ് അഘാടി വരുന്നു, ആ സഖ്യം ഉണ്ടാവുന്നു, അവിടെ പിളരുന്നു, അത് മഹായുതി വീണ്ടും കൂടിച്ചേരുന്നു. ആ രീതിയിൽ ഒരു സഖ്യത്തിന്റെ രൂപീകരണത്തോടുകൂടി തന്നെ അവർക്ക് കൃത്യമായ രീതിയിൽ ഒരു പ്രവർത്തനം അടക്കം നടത്താൻ കഴിഞ്ഞു എന്നതാണ് ഈ ഒരു രീതിയിലേക്ക് വരാനുണ്ടായ കാരണം. അതോടൊപ്പം തന്നെ ഈ ഭരണവിരുദ്ധ വികാരമൊന്നും അവിടെ കൃത്യമായിട്ട് ഒരു പാർട്ടി സംവിധാനം അല്ലെങ്കിൽ രാഷ്ട്രീയം എന്നതിനപ്പുറത്തേക്ക് ഒരു കുടുംബ വാഴ്ച അത് തന്നെയാണ് ശരിക്കും നടന്നുകൊണ്ടിരിക്കുന്നത്. 2-3 കുടുംബങ്ങൾ മറികടക്കാൻ കോൺഗ്രസിനും ആയില്ല എന്നുള്ളതാണ്. മഹാവികാസ് അഘാടി സഖ്യം വന്നപ്പോഴും ഈ രീതിയിൽ കുടുംബവാഴ്ച കഴിഞ്ഞപ്പോഴത്തേനും സീറ്റിന്റെ തർക്കമായി. BJP കാൻഡിഡേറ്റ് ലിസ്റ്റ് പ്രഖ്യാപിച്ചതിന് ശേഷം 1ാം ഘട്ടം 2ാം ഘട്ടം സ്ഥാനാർത്ഥി പട്ടികയും പുറത്തുവിട്ടപ്പോഴും മഹാവികാസ് അഘാടി സഖ്യത്തിന്റെ സ്ഥാനാർത്ഥി പട്ടികയായിട്ടില്ല. കാരണം സീറ്റിന്റെ തർക്കം നിലനിന്നുകൊണ്ടിരിക്കുകയാണ്. നാനാ പട്ടോലെയും അതുപോലെ തന്നെ ഉദ്ധവ് താക്കറെ ഒന്നും തമ്മിൽ കണ്ടു കഴിഞ്ഞാൽ ഒരുമിച്ച് ചർച്ചയ്ക്ക് ഇരിക്കുന്നില്ല എന്നുള്ളൊരു അവസ്ഥ വരെ വന്ന അവസാനം NCP ഇടപെട്ടിട്ടാണ് ഈ ഒരു സഖ്യത്തിലുള്ള 2 ഘടക കക്ഷികളെ ഒരു ചർച്ചയ്ക്ക് ഇരുത്തുന്നത്. അത്തരത്തിലുള്ള അത്രയും വലിയ പിളർപ്പിൽ വീണ്ടും ശിവസേന അവിഭക്ത ശിവസേനയിലേക്ക് പോകുമോ എന്നുള്ളൊരു ചിന്ത വരെ എത്തിച്ചു നിർത്തിയതിനു ശേഷം കോൺഗ്രസ് സംഭവം NCPകൾ തമ്മിൽ ഒന്നാവുക എന്നൊരു കാര്യങ്ങളൊക്കെ ഇതിലൊക്കെ ഉണ്ടായിരുന്നു. അതും എന്തായാലും ഒരു പാർട്ടിയാണ്, 2 വിഭാഗമാണ്, ആ രീതിയിലൊക്കെയുള്ള കാര്യങ്ങളാണ് അവിടെ ഉണ്ടായത്. എന്തായാലും രാഷ്ട്രീയമായിട്ട് വലിയ ചലനങ്ങളെല്ലാം ഉണ്ടായ ഒരു കാലം കൂടിയാണ് മഹാരാഷ്ട്രയിൽ. രാഷ്ട്രീയ നാടകങ്ങളെക്കാൾ അധികം കുടുംബ നാടകങ്ങളാണ് മഹാരാഷ്ട്രയിൽ ഈ ഒരു സമയത്ത് ഉണ്ടായത്. ശിവസേന അങ്ങോട്ട് പോകുന്നു, മഹാവികാസ് അഘാടിയിലുള്ള ശിവസേന മറ്റേ NDA പക്ഷത്തേക്ക് പോകുന്നു, NDA പക്ഷത്തുള്ള NCP ഇങ്ങോട്ട് കോൺഗ്രസിന്റെ പക്ഷത്തേക്ക് വരുന്നു എന്ന രീതിയിൽ അങ്ങോട്ട് ഒരു വൃത്തം കൃത്യമായി അവസാനം കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് നടന്ന ആ ഒരു അവസ്ഥയിലേക്ക് തന്നെ എത്തും എന്നുള്ള രീതിയിലേക്കാണ് പോകുന്നുണ്ടായിരുന്നത്. എന്തായാലും പാലക്കാട് UDF ക്യാമ്പിൽ ആഘോഷം ആരംഭിച്ചിട്ടുണ്ട്. ആഘോഷത്തിന്റെ പെട്ടി തുറന്നിരിക്കുകയാണ്. അത് രക്ഷിക്കട്ടെ എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും സാഹചര്യം ഉണ്ട് ഇപ്പോൾ. അല്ല, നഗരസഭ എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യം തന്നെയാണ്. അവിടെ ഈ BJPയുടെ കോട്ട തന്നെയായിരുന്നു നഗരസഭ എന്ന് പറഞ്ഞാൽ. അവിടെ വ്യക്തമായ രീതിയിൽ ഒരു ആധിപത്യം ഉറപ്പിക്കാൻ കഴിഞ്ഞത് വലിയ നേട്ടം തന്നെയാണ് UDFനെ സംബന്ധിച്ച്. എന്തായാലും പ്രദീപ് 6016 വോട്ടിലേക്ക് ലീഡ് ഉയർത്തിയിരിക്കുന്നു. അതുപോലെ തന്നെ LDFന്റെ സ്വാധീന മേഖലകളെല്ലാം തന്നെ അവർക്ക് ഒരു വോട്ട് പോലും മിസ്സായി കൃത്യമായി തന്നെ ലീഡ് എന്നുള്ളതാണ്. ഭരണവിരുദ്ധ വികാരം ഇല്ലാന്ന് മനസ്സിലാക്കണം അല്ലേ? അതായത് പാർട്ടി കൊത്തളങ്ങളിൽ പോലും നല്ല വോട്ടുകൾ ലഭിക്കും. പ്രതിപക്ഷം എന്താ മനസ്സിലാക്കണം? ചേലക്കരയെ സംബന്ധിച്ചിടത്തോളം ഭരണവിരുദ്ധ
വികാരത്തിനുള്ള ഒരു സാധ്യത ചേലക്കരയിൽ ഉണ്ടായിട്ടില്ല. അപ്പം ബാക്കി എല്ലായിടത്തും സർക്കാർ എന്ത് ചെയ്തു എന്നതല്ല, ചേലക്കരയിൽ കെ രാധാകൃഷ്ണൻ കൃത്യമായി തന്നെ പ്രവർത്തിച്ചത്. പ്രതിപക്ഷത്തിന്റെ ആരോപണം എന്ന് പറഞ്ഞാൽ അവിടെ 70 സിനിമകൾ ചിത്രീകരിക്കാനുള്ള ഒരു വികസനം മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് പ്രതിപക്ഷത്തിന്റെ. അത് കൃത്യമായി അതിനെ പ്രതിരോധിക്കാനുള്ളതാണ്. മായന്നൂർ പാലം കൊണ്ടുവന്നിട്ട് ഇപ്പോൾ എനിക്ക് 2012 അച്യുതാനന്ദനൊക്കെ വന്നിട്ടാണ് അതിന്റെ ഉദ്ഘാടനമൊക്കെ നടന്നിട്ടുള്ളത്. 2012 മായന്നൂർ പാലം വന്നതിന് ശേഷം 1.25 കിലോമീറ്ററുള്ള ആ പാലം എല്ലാ വർഷവും ടാറിങ് നടക്കാറുണ്ട്. 275 മീറ്റർ അപ്രോച്ച് റോഡ് പൂർത്തിയാക്കി. മേൽപ്പാലം ആദ്യമായിട്ട് കേരളത്തിൽ പൊതുമരാമത്ത് വകുപ്പ് റെയിൽവേ മേൽപ്പാലം പണിയുന്നത് മായന്നൂരിൽ കെ രാധാകൃഷ്ണന്റെ നേതൃത്വത്തിലാണ്. ഇപ്പതാ 2026 മായന്നൂർ കുത്തമ്പള്ളി പാലത്തിന് കരാർ കൊടുത്തിട്ടുള്ളത് 2026 അവസാനിക്കുന്നതാണ്. കുത്തമ്പള്ളി പാലം റെഡി ആയി കഴിഞ്ഞു. കുത്തമ്പള്ളി പാലത്തിന്റെ ഉദ്ഘാടനത്തിലേക്ക് നീങ്ങാൻ പോവാണ്. ചേലക്കരയിൽ ഉപതെരഞ്ഞെടുപ്പിന് ശേഷം കുത്തമ്പള്ളി പാലം ഉദ്ഘാടനം ചെയ്യും. മായന്നൂരിലുള്ള ഒരേ ഒരു ഹൈസ്കൂളാണ് സെന്റ് തോമസ് ഹൈസ്കൂൾ. അവിടേക്ക് വരുന്ന കുട്ടികൾക്ക് വരാൻ കുത്തമ്പള്ളി പുഴ കടക്കല്ലാണ്ട് വേറെ മാർഗ്ഗമില്ല. അവിടെയാണ് കുത്തമ്പള്ളി പാലം നിർമ്മാണം ആരംഭിക്കുന്നത്. വളരെ കുറഞ്ഞ വർഷത്തിനുള്ളിൽ കെ രാധാകൃഷ്ണന്റെയും യുവപ്രദീപ് MLA ആയപ്പോഴാണ് കുത്തമ്പള്ളി പാലത്തിന്റെ പ്രവർത്തികൾ ആരംഭിക്കുന്നത്. അതിന്റെ ഒരു സ്മരണ അല്ലെങ്കിൽ അതിന്റെ ഒരു വിശ്വസ്തത യുവപ്രദീപിനുണ്ട്. യുവപ്രദീപ് വന്നപ്പോഴാണ് കുത്തമ്പള്ളി പാലത്തിനുള്ള പണികൾ ആരംഭിച്ചുള്ളത്. 70ന്റെ സെറ്റൊക്കെ തന്നെയാണ് ഇപ്പോഴും അവിടെ. അത്